നമ്മളെ കാസർഗോഡ് വിദ്യാനഗറിലെ ഈ മാജിക് ലാൻഡ് എക്സ്പോർട്ട് വന്നതിന് കുറേ ഫിഷിൻ്റെ എന്തെല്ലോ ആയിട്ടുള്ള നല്ല ചിലുണ്ട്. വെറൈറ്റി ഓഫ് കുറേ ഫിഷ് ഉണ്ട് അവിടെ. ഇങ്ങനത്തെ എല്ലോ കളർ ഉണ്ട്. നമുക്ക് കാണത്തില്ല കുറേയാണ്. പിന്നെ കുഞ്ഞി കളർ ഇതുണ്ടായി. നമ്മൾ കളർ കുഞ്ഞില്ലേ അതുപോലെ നല്ല ചിലുണ്ടായി ഇവിടെ കുഞ്ഞി. പിന്നെ നമ്മൾ ഈ പോകുന്നതിൽ രണ്ട് സൈഡായിട്ടില്ലേ കാണുമ്പോൾ കല്ല് ചിലുണ്ട്. നമുക്കിതിനെ മുന്നേ അങ്ങനെ ഒന്ന് കണ്ടിട്ടാലോ. ഇത് ഫസ്റ്റ് ടൈം എന്നെ കാണുന്ന അതിനോട് കല്ല് ഇഷ്ടമായിനെ. പിന്നെ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിന് ടിക്കറ്റ് 100 ഉണ്ടായ 100 എടുത്ത മോശമില്ല. കുറേ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിന് കുറേ കളർ ചെറിയ മീനുണ്ട്. പിന്നെ വലിയ മീനുണ്ട്. ചെറിയ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന പോലെ വലിയ മീനെല്ലാം ഉണ്ട്. കുറേ നട്ടിൽ വലുതെല്ലാം ഉണ്ട്. ചിലുണ്ട്. എൻ്റെ മോക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്. ഇങ്ങനെ അടുത്തിട്ടിൽ കാണുമ്പോൾ ഞങ്ങൾ രണ്ടോട്ട് പോയി. ഫസ്റ്റ് പോകുമ്പോൾ നല്ല പേടിയായിന്. രണ്ടാമത് പോയിട്ട് നമുക്ക് എനിക്ക് കണ്ട കൊണ്ട് ലൈക്ക് വലിയ എന്തെല്ലാം മീനുണ്ട്. അതിനൊന്നും പേരൊന്നും അറിയാലോ. പിന്നെ ഈ അടിങ്ങനെ എന്തെല്ലാം ഉണ്ട്. പിന്നെ ഈ ടെഡി ബിയറെല്ലാം ഉണ്ടായാലേ ഈ ബമ്പച്ചുള്ളത് കുഞ്ഞുമക്കളെല്ലാം ഫോട്ടോ എടുക്കുന്ന അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് അവിടെ. പിന്നെ സന്ധ്യ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇങ്ങനെ പണ്ടത്തെ എന്തെല്ലാം മുട്ടായില്ല അതെല്ലാം കിട്ടുന്ന കുറേ തന്നെ. പിന്നെ ഈ പാത്രവും പിന്നെ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായി. കുറേ ടോയ്സ് ഫുഡിൻ്റെ സ്പോട്ടെല്ലാം ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം പാനിപ്പൂരി മസാലപ്പൂരി ഐസ്ക്രീം അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. ഞങ്ങൾ പാനിപ്പൂരി അങ്ങനത്തെ എന്തെല്ലാം മീനിനെ. പിന്നെ എന്തെല്ലോ റെയ്ഡ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട് അവിടെ. എല്ലാം ഉണ്ട് അവിടെ. മൊത്തത്തിൽ നമുക്ക് ആ ഉറപ്പെടുത്ത കാണാൻ കുറേ ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ കുറേ ടൈം പോകുന്നതേ അറിയുന്നില്ല. പിന്നെ അവിടെ എന്തെല്ലാം മൃഗത്തിനില്ലേ പാമ്പ് എന്തെല്ലാം പക്ഷിയെല്ലാം ഉള്ള അങ്ങനത്തെ ഉണ്ട്. അതിന് എക്സ്ട്രാ 100 എടുക്കണം ടിക്കറ്റ്. ഇങ്ങനത്തെ പാമ്പ് എന്തെല്ലാം. പക്ഷെ എന്താണെന്നോ പാമ്പൊന്നും അനങ്ങുന്നൊന്നുമില്ല. അവിടെ ഈ കടന്നെടുത്തുണ്ടായി. പിന്നെ എന്തെല്ലാം നമുക്ക് കാണാത്ത എന്തെല്ലാം തേര ഇങ്ങനെ എലിക്കുഞ്ഞി പിന്നെ മുതല അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായി. കുറേ കളർ പാരറ്റ് ഉണ്ടായി. ഒരേ കളറായിട്ട് വരുന്നത് ഡബിൾ കളറായിട്ട് വരുന്നത് അങ്ങനത്തെ എല്ലാം ഉണ്ടായി. പിന്നെ അതിൻ്റെ എല്ലാം പേര് അതിന് കൊടുക്കുന്ന ഫുഡ് എന്ത് പിന്നെ അത് ഇടുന്ന വരുന്നത് അങ്ങനത്തെ എന്തെല്ലാം സൈഡ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാണണം. നമുക്ക് അതെന്നല്ല സൈഡ് നോക്കുമ്പോൾ നമുക്ക് അറിയുന്നത് ഇങ്ങനെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൽ പിന്നെ പാമ്പെല്ലാം ഉണ്ടാവുക. അത് മേലൊക്കെ വെക്കണമെങ്കിൽ 50 ഉറുപ്പിക എക്സ്ട്രാ കൊടുക്കണോ. കണ്ട ഈ പാമ്പൊന്നും അനങ്ങുന്നില്ല. ഇങ്ങനെ കിടന്നെടുത്തുണ്ട്. പക്ഷേ എന്തെല്ലാം പക്ഷിയെല്ലാം ഉണ്ടായി. കുറേ എലിക്കുഞ്ഞി ഉണ്ടായി. എന്തെങ്കിലും നല്ല ഉണ്ടായി കാണാൻ.